എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് ആൻസർ കീയാണ്. ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിലറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാണും. അതേപോലെ തന്നെ 2024 മാർച്ച് നടന്ന എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 1. ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫിഗർ ഈസ് 40 ഡിഗ്രി. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ അൺഷെയ്ഡഡ് പോർഷൻ? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് 40 ഡിഗ്രിയാണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് എത്ര? ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് അൺഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 360 നിന്ന് ഷെയ്ഡ് ചെയ്ത് ഈ 40 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ 320 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്കറിയാം ഈ 40 എന്ന് പറയുന്നത് എത്രയാണ്? 40 എന്ന് പറയുന്നത് 360ൻ്റെ എത്ര ഭാഗമാണ്? 1/9 ഭാഗമാണ്. അപ്പോൾ 1/9 ഭാഗം അല്ലേ? വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് എന്ന് പറഞ്ഞാൽ 1/9. ഇനി വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? അൺഷെയ്ഡഡ് ചെയ്ത എത്രയാണ്? അതായത് നമ്മൾ മൊത്തത്തിൽ, അതായത് 1 നിന്ന് 1/9 കുറച്ചാൽ ഇവിടെ ഷെയ്ഡഡ് എന്ന് പറയുന്നത് 1/9 ഭാഗമാണ്. 1/9 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ 9/9 എന്ന് പറഞ്ഞതാണ് മൊത്തത്തിലുള്ള സർക്കിൾ. അതിൽ നിന്ന് നമ്മൾ 1/9 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് 8/9 കിട്ടും. അപ്പോൾ അൺഷെയ്ഡഡ്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 8/9. അപ്പോൾ ആൻസർ എല്ലാം നിങ്ങൾ ചെയ്ത് ശരിയാണോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 320 ഡിഗ്രി. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് 320 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യത്തെ 1/9 ഭാഗം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 8/9. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആംഗിൾ ഓഫ് അൺഷെയ്ഡഡ് പോർഷൻ 360 - 40 ദാറ്റ് ഈസ് 320. സർക്കിൾ ഷെയ്ഡഡ് 1/9 ഓർ 40/360. ഈ 1/9 എങ്ങനെ കിട്ടി എന്നുള്ളത് എങ്ങനെ? 40/360. സർക്കിൾ അൺഷെയ്ഡഡ് 8/9 അതെങ്ങനെ കിട്ടി? 320/360. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ DOC ഈസ് ട്വൈസ് ഓഫ് ആംഗിൾ BOC. In the figure DOC, what is the measure of angle DOC? Angle DOC എത്ര? What is the measure of angle AOE? AOE എത്ര? Find the measure of angle AOD. AOD എത്ര? Name any two linear parts in the figure. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആംഗിൾ DOC. ആംഗിൾ DOC എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ DOC അല്ലേ? DOC എത്രയാണ്? DOC 72 ഡിഗ്രിയാണ്. DOC അതെങ്ങനെ കിട്ടി? എന്താണെന്ന് വെച്ചാൽ ആംഗിൾ DOC ഈസ് ട്വൈസ് ഓഫ് BOC. BOCയുടെ 2 മടങ്ങാണ് ആംഗിൾ DOC എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 36നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 72 ഡിഗ്രി കിട്ടും. ഇനി അടുത്തത് എന്താണ്? ആംഗിൾ AOE. AOE എന്ന് പറയുന്നത് ഏതാണ്? ആംഗിൾ AOE എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്. അപ്പോൾ AOE എത്ര ആയിരിക്കും? AOE എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണ്. എത്രയാണ്? 108 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ AOD എത്രയാണ്? ആംഗിൾ AOD എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രിയാണ്. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയാമല്ലോ. ഇത് മൊത്തത്തിലുള്ളത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂട്ടി നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂട്ടിയതിൽ നിന്ന് 180 കൂട്ടിയ സമ്മ നമ്മൾ 180 നിന്ന് മൈനസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 72 ഡിഗ്രി കിട്ടിയത്. അപ്പോൾ നമുക്കറിയാലോ ലീനിയർ പെയർ രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി വേണം. അപ്പോൾ നമ്മൾ ആംഗിൾ AODയും ആംഗിൾ AOBയും ഇവിടെ എന്താണ്? ലീനിയർ പെയറാണ്. അതേപോലെ തന്നെ ആംഗിൾ AOE ആംഗിൾ BOE ഇതും ലീനിയർ പെയറാണ്.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ കണ്ടല്ലോ ആംഗിൾ DOC 72 ഡിഗ്രിയാണ്, ആംഗിൾ ACE 108 ഡിഗ്രി, ആംഗിൾ AOD 72 ഡിഗ്രി. ലീനിയർ പെയർ സം വിൽ ബി 180 ഡിഗ്രി. ദെയർഫോർ ആംഗിൾ BOC ആൻഡ് ആംഗിൾ AOC 36 + 144 ദാറ്റ് ഈസ് 180. ഓക്കെ, ലീനിയർ പെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ മഞ്ചാടിക്കുന്ന് UP സ്കൂൾ ഇൻ 2021-22 വാസ് 900. 60% were girls and the rest were boys. What percentage of total boys? അതായത് മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 900 അതിൽ 60% എത്രയാണ്? ഗേൾസാണ്. ബാക്കിയുള്ളത് അതായത് 60% ഗേൾസ് ആണെന്ന് വെച്ചാൽ ബാക്കി 40% അല്ലേ? 40% ബോയ്സ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നമുക്ക് കിട്ടി. എത്രയാണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 40%. അതായത് ശതമാനം എന്ന് പറയുന്നത് 100 അതിൽ 60% ബോയ്സ്. അപ്പം ബാക്കിയുള്ള എത്രയായിരിക്കും? 40%. ആ 40% 40% ബോയ്സ്, 60% ഗേൾസാണ്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്? ഇനി ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ എത്ര ശതമാനമാണ് എന്ന് പറഞ്ഞത്? 60% എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 900 × 60/100, 900 × 60/100, 900 × 60/100. ഇവിടെ 0യും 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 നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എന്തുണ്ട്? 90 × 6, 90 × 6, 90 × 6 ചെയ്താൽ നമുക്ക് 540, 540 കിട്ടും. 540 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 540, 540 540 പെൺകുട്ടികളുടെ എണ്ണം. ഇനി അടുത്തത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ 2023 ദാൻ ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ 2022-23 ആയപ്പോൾ 20% കൂടി. എത്ര ശതമാനമാണ് കൂടിയത്? 20% കൂടി. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2020? അപ്പോൾ എത്ര ആയിരിക്കും സ്റ്റുഡൻസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്രയാണ്? 100 നമ്മുടെ ശതമാനം, അതിൻ്റെ കൂടെ പെർസെൻറ്റേജ് 20% കൂടിയത്. അപ്പോൾ നമ്മളിപ്പോഴത്തെ കാണാൻ എങ്ങനെയാണ്? 900 അതായത് 900 × 120/100 അല്ലേ? അപ്പം കൂടിയതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ 100ൻ്റെ കൂടെ 20 കൂട്ടി. അപ്പോൾ 900 × 120/100. അപ്പോൾ 0 0 0 0 കട്ട് ചെയ്തു. 90 × 12, 90 × 12 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1080. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണം, അതായത് 20% വർദ്ധിച്ചപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? 1080. ഇങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, ഇനി അടുത്തത് ഓൺ 2023-24 ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡിക്രീസ്ഡ് ബൈ 10% ദാൻ ദ പ്രീവിയസ് ഇയർ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ പ്രസൻറ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ കമ്പയർ ടു ദ പ്രീവിയസ് ഡേ? അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? 20% വർദ്ധിച്ചു എന്ന്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? 10% കുറയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 90 എന്താണ് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 100ൽ നിന്ന് 10% കുറഞ്ഞാൽ എത്രയാണ്? 90%, 90%. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ഫുൾ മാർക്കും തന്നെ ഇതിൽ നിന്ന് മേടിക്കാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 4 ഫ്രാക്ഷൻ ആണ്. റൈറ്റ് ദ ഫ്രാക്ഷൻ ഇൻ ദ ടേബിൾ ആസ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേഷൻ 10, 100, 1000 ആൻഡ് റൈറ്റ് ഇൻ എ ഡെസിമൽ ഫോം. ഓക്കെ, അപ്പോൾ 1/2 നമ്മൾ 10ൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്തായാലും 5/10 എഴുതി 0.5. ഇനി നമ്മൾ 1/4 എങ്ങനെ എഴുതാം? 1/4 നമ്മൾ 25/100 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.25. ഓക്കെ, ഇനി നമ്മൾ 3/8 എങ്ങനെ എഴുതും? 3/8, 3/8 375/100. 8 375/1000, 375/1000 ദാറ്റ് ഈസ് 0.375. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 7/25 ആണ്. അപ്പോൾ നമുക്ക് 7/25 എന്ന് പറയുമ്പോൾ 7/25. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 25നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലും നമുക്ക് 100 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ. അതേപോലെ നമ്മൾ 7നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 28. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൻസർ എഴുതേണ്ടത്? 28/100. അത് നമ്മൾ ഡെസിമൽ ഫോമിലായിട്ട് എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.28. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത 1/20. 1/20നെ നമുക്ക് 100ലേക്ക് ആക്കണം അല്ലേ? അപ്പം 20നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 100 കിട്ടുക? 5. അപ്പോൾ ഇവിടെ എന്താണ്? 5/100. 5/100 നമ്മൾ ഡെസിമൽ ഫോമിലാക്കിയ 0.05. ഓക്കെ, ഇനി അടുത്ത 3/5. 3/5നെ നമുക്ക് എന്താക്കണം? 3/5നെ നമുക്ക് 10ലേക്ക്
കൺവേർട്ട് ചെയ്യണം. 5 കൊണ്ട് എത്ര ഇൻറ്റു ചെയ്താൽ 10 കിട്ടുക? 2 ആണ് അല്ലേ. അപ്പോൾ 5 × 2 10, 3 × 2 3 × 2 6, 6/10. 6/10 നമ്മൾ ഡെസിമൽ ഫോമിൽ എഴുതിയാൽ എത്ര കിട്ടും? ഡെസിമൽ ഫോമിൽ എഴുതിയാൽ നമുക്ക് 0.6, അപ്പോൾ 0.6. ഓക്കെ, അപ്പോൾ 1/4 ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1/4 നമ്മൾ 100ലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പം 25 1 to 25, അപ്പം 25/100 അങ്ങനെയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാസ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? ഇതിലേതിനാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളത്? അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏതാണ്. 16 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ, അതായത് താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ സംഖ്യ ഏത്? 16. ഇനി 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? 6. എത്രയാണ്? 6. റൈറ്റ് 20 ഹാസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. അത് നമ്മൾ എങ്ങനെ എഴുതും? 20നെ നമുക്ക് പ്രൈം നമ്പറായ 20നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 10 കിട്ടി. 10നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 കിട്ടി, പിന്നെ 5. അപ്പോൾ നമുക്ക് 2 × 2 × 5. അപ്പോൾ നമുക്ക് എത്രയാണ്? 20 ഹാസ് ദ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതിയാൽ നമുക്ക് എത്ര കിട്ടുക? 2 × 2 × 5, 2 × 2 × 5. ഇനി അടുത്ത ചോദ്യം. 60നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതിയ എല്ലാ ഘടകങ്ങളും എഴുതുക. റൈറ്റ് 60 ഹാസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എഴുതാം? നമുക്ക് ആദ്യം ഇതിൻ്റെ ഘടകക്രിയ 2 കൊണ്ട് ചെയ്തു. അപ്പോൾ 60ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ? 2 × 2 × 5 × 3. അപ്പോൾ നമുക്ക് 2 × 2 × 2 × 5 × 3 എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇവിടെ ആക്ടിവിറ്റി ഇറ്റ് വാസ് ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ഹൗസ് ഫോർ എ ക്ലാസ്മേറ്റ് ഇൻ സീനാസ് സ്കൂൾ. ഗീവ് ബിലോ ഈസ് ദ ഡയഗ്രാം ഷോയിങ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം UP സെക്ഷൻ ഓഫ് ദിസ് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം നോക്കൂ. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ ലീസ്റ്റ് എമൗണ്ട്? ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് ലഭിച്ചത്? ഏത് ക്ലാസ്സിൽ നിന്നാണ്? ഈ ക്ലാസ്സിൽ നിന്നാണല്ലേ ഏറ്റവും കുറവ് ലഭിച്ചത്. അപ്പോൾ ഇത് ഈ ക്ലാസ് ഏതാണ്? 5A ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5A എന്ന് എഴുതാം. ഇനി അടുത്ത എന്താ? ഏതൊക്കെ ക്ലാസ്സിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചത്? ഒരേ തുക ലഭിച്ചത് എവിടെയാണ്? ഒരേ തുക ലഭിച്ച ഈ ക്ലാസ്സും ഈ ക്ലാസ്സുമാണ്. ഇത് ഏത് ക്ലാസ്സാണ്? ഇത് 6Aയും 7Bയും ആണ്. 6Aയും 7Bയും ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഒബ്റ്റെയിൻഡ് ഫ്രം 5A ആൻഡ് 5B ക്ലാസ്? അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ് കിട്ടിയത്? ഒരു ക്ലാസ്സിൽ നിന്ന് 4500ഉം മറ്റേ ക്ലാസ്സിൽ നിന്ന് 500ഉം ആണ് കിട്ടിയത്. അത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 9500. 9500 എത്ര കിട്ടിയത്? 9500. ഇനി അടുത്തത് 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്ന് ലഭിച്ചത്? എത്രയാണ്? 6Bയിൽ നിന്ന് കിട്ടിയത് എത്രയാണ്? നമുക്ക് 6Bയിൽ നിന്ന് 7000 രൂപ കിട്ടി. അതേപോലെ തന്നെ 7Bയിൽ നിന്ന് 6500 കിട്ടി. അപ്പോൾ എത്ര രൂപയാണ് കൂടുതൽ? 500 രൂപയാണ് കൂടുതൽ ലഭിച്ചത് അല്ലേ. 7000 നിന്ന് 6500 മൈനസ് ചെയ്താൽ 500. ഓക്കെ, ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് റെഡിയാക്കാനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി 7. ദ ടേബിൾ ഷോസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ എമൗണ്ട് ബ്രോട്ട് ബൈ സം സ്റ്റുഡൻറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ സ്കൂൾ സേവിങ് അക്കൗണ്ട്. അപ്പോൾ സ്കൂൾ സേവിങ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ്. ഇവിടെ 20 rupees നീനു, അതേപോലെ മീനു, റംല, മീര. കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, if the number of 20 rupees notes are denoted by A, the number of 10 rupees denoted by B, and the total amount is denoted D, how can you write the relation among them? അപ്പോൾ നമുക്ക് ആദ്യം ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ആദ്യം ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, റംല ഇവിടെ നോക്കൂ. 2 5 അല്ലേ. അപ്പോൾ 2 × 20 അല്ലേ. 2 × 20 5 × 10 90. അതായത് നീന എത്രയാണ്? 2ൻ്റെ 20ൻ്റെ 2 നോട്ടും 10ൻ്റെ 5 നോട്ടും കൊടുത്തു. അതാണ് സമ്മ ചെയ്ത് ഇവിടെ എഴുതിയത്. ഇനി 3 × 20 അതല്ല 2 × 10. ഇവിടെ എന്തായിരിക്കും? 4 × 20 അല്ലേ. 4 × 20 പ്ലസ് പിന്നെ എത്രയാണ്? 4 × 10. 4 × 10. ഇപ്പോൾ 4 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 × 20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 80 ആണ്. 80 പ്ലസ് 40 120. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എഴുതാം? 120 എന്ന് എഴുതാം. ഇനി അടുത്തത് മീര 1 × 20 പ്ലസ് 8 × 10. 1 × 20 എന്ന് പറഞ്ഞാൽ 20 20 പ്ലസ് 80 100 അല്ലേ. അപ്പോൾ നമുക്ക് 100 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കിതൊരു ഫോമായിട്ട് നമുക്ക് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ടി ആണ് നമ്മൾ സമ്മ് എന്ന് പറഞ്ഞത്. അപ്പോൾ ടി ഈക്വൽ ടു 20A അല്ലേ. 20A ടി ഈക്വൽ ടു 20A പ്ലസ് 10B
ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇത് സൂചിപ്പിക്കുക 20A + 10B. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ബോക്സ് ഷോൺ ഇൻ ദ ഫിഗർ. വോളിയം കാണാനാണ്. അപ്പം വോളിയം കാണാൻ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാം കൂടി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. 8 × 40 × 10. ഓക്കെ, 8 × 40 32,000. ഓക്കെ, അപ്പോൾ എത്രയാണ്? 32,000. 32 cm3. ഇനി അടുത്തത് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ബോക്സസ് ഓഫ് ലെങ്ത് 10 cm, ബ്രെഡ്ത്ത് 4 cm ആൻഡ് ഹൈറ്റ് 2 cm ദാറ്റ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഫ്രം ദിസ് ബോക്സ്. ഇപ്പോൾ ഇതിൻ്റെ മൊത്തം വോളിയം എത്രയാണ്? 32,000 ആണ്. ഇനി ഇതേപോലുള്ള എത്ര ബോക്സ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ആദ്യം എന്താ കണ്ട് 10 × 4 × 2 കാണണം. ഓക്കെ, 10 × 4 × 2 കണ്ടാൽ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. 80 cm3 കിട്ടി. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വലിയ ക്യൂബ് എന്ന് പറഞ്ഞത് 32,000 ആണ്. അപ്പോൾ നമ്മൾ 80 ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര കിട്ടും? 400 ബോക്സ് നമുക്ക് ഇതിൽ അടുക്കി വെക്കാം. ഓക്കെ, 400. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If the length, breadth and height of the box are doubled, what will be the volume? How many times there will be the volume of the box in the picture? ഇനി ഇത് ഡബിൾ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം ഡബിൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള 80 എന്താകും? 160 ആകും, ഇരട്ടിയാകും. ഇവിടുത്തെ 40 എന്താകും? 80 ആകും. ഓക്കെ, ഇവിടുത്തെ 10 എന്താകും? ഇവിടുത്തെ 10 20 ആകും. അപ്പം 160 × 80 × 20 എല്ലാം ഡബിൾ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ ഡബിൾ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക എത്രയെന്ന് അറിയാം? 2,56,000. എത്രയാണ്? 2,56,000 cm3. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ